ഹലോ, കുട്ടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചികരമായ ഒരു കുമ്പിളപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ചെമ്പാവ് അരിപ്പൊടിയാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇത്രയും ഗോതമ്പ് പൊടി ഇടുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് വെള്ളം ഒഴിച്ച് നല്ലതായിട്ടൊന്ന് കുഴച്ച് കൊണ്ടുവരാം. ഇപ്പം നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിനകത്തേക്ക് എടുത്ത് വെക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം. ഇത് നമ്മുടെ വരിക്കച്ചക്കപ്പഴമാണ്. അതിലേക്ക് ഇത്രയും തേങ്ങ ഇട്ട് കൊടുക്കാം. പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ്. ചുക്കും ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതാണ്. ശകലം പഞ്ചസാരയും കൂടെ ഇട്ടാൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. അങ്ങനെ ഇട്ടതാണ്. ചുക്ക്, ഏലക്ക, ജീരകം ഇത്രയുമാണ് നമ്മളിത് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ചിട്ട് നമുക്ക് കുമ്പിളിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പം ശർക്കര അല്ല ഞാൻ ചേർക്കുന്നത്, പഞ്ചസാരയാണ്. നമ്മുടെ ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഇത്രയും മതി. ചക്കപ്പഴത്തിന് നല്ല മധുരം ഉള്ളതാണ്. അതുകൊണ്ട് 2 സ്പൂണാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ തേങ്ങാപ്പീരയും ചക്കപ്പഴവും പിന്നെ നമ്മുടെ ചുക്ക, ഏലക്ക, ജീരകം ഇതെല്ലാം നല്ലതായിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുമ്പിളിലേക്ക് നിറച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ പരുവത്തിലാണ് ഇത് പരത്തി വെച്ചിരിക്കുന്നത്. നൈസായിട്ട് ഇതിനകത്തൊരു ഹോള് പോലുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ഈ കൂട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ചക്കപ്പഴവും തേങ്ങാപ്പീരിയൊക്കെ ഇതിനകത്ത് നിറച്ച് ഇത് അടച്ചു വെച്ച് നമുക്ക് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇതുപോലാണ് ഫില്ല് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് മാവ് എടുത്തിട്ട് ഇതിങ്ങനെ അടച്ചു വയ്ക്കും. ഇതിനെ അടച്ചു വെച്ച് നമ്മൾ വൃത്തിയാക്കി എടുക്കും. അപ്പോൾ ഇത് മൊത്തം ഞാൻ ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ കുമ്പിളപ്പം എല്ലാം ഇവിടെ നമ്മൾ നല്ലതായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പച്ചമ്പിലേക്ക് വെച്ച് ആവി കയറ്റി എടുക്കാം. നമ്മൾ അപ്പച്ചമ്പ് ഇവിടെ അടുപ്പ് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പറക്കി വെച്ച് കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല ഗുണകരമായ ഒരു കുമ്പിളപ്പമാണ്. ചുക്കിൻ്റെ, ഏലക്കയുടെയും ജീരകത്തിൻ്റെയൊക്കെ മണം ഇപ്പോൾ തന്നെ ഇവിടെ നിറഞ്ഞ് നിൽക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ കുമ്പിളപ്പമൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ തീയൊക്കെ ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പിളപ്പം ഇവിടെ വെന്ത റെഡി ആയിട്ടുണ്ട്. നമുക്കൊരെണ്ണം ഒന്ന് പൊട്ടിച്ച് നോക്കാം. ചക്കപ്പഴം വെച്ച് ഉള്ള നമ്മുടെ കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എല്ലാവരും ഉണ്ടാക്കുന്നവരാണ്, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇതുണ്ടാക്കി നോക്കുക. ഇതിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് ഉടനെ കാണാം. ബൈ.